ഉപതെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ 74.37% പോളിംഗാണ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. UDF അനുകൂലമാകുന്ന വോട്ടുകൾ എല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് UDF ക്യാമ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പോളിംഗ് അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDFും. അതേസമയം ഇരുവിഭാഗങ്ങളിലെയും അസംതൃപ്തർ തനിക്കൊപ്പം നിൽക്കുമെന്നാണ് PV അൻവർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിച്ചത്. ദീപക് ധർമ്മടം, നിതിൻ അംബുജൻ, വിപിൻ സി വിജയൻ എന്നിവർ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളും വെച്ചിരുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ഈ സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്ര വലിയ പോളിംഗ് ശതമാനം പതിവുള്ളതല്ല. അത് നമ്മൾ തൃക്കാക്കരയിൽ, അത് നമ്മൾ പുതുപ്പള്ളിയിലല്ല, അത് നമ്മൾ തൃക്കാക്കരയിലും പാലക്കാടൊക്കെ കണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ 76% എന്ന പോയ പോളിംഗ് ശതമാനത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുകയാണ്. എന്തിൻ്റെ സൂചനയാണ് എന്നുള്ളതാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. ദീപക്. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് ജനം മുഖം തിരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടക്കത്തിലുള്ള കണക്കുകൂട്ടലുകൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കേവലം 8 മാസത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനോട് ജനത്തിൻ്റെ പ്രതികരണം എന്തിനിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, നാടിൻ്റെ കാശ് നഷ്ടമാക്കാൻ എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് വരെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആ മണ്ഡലത്തിൻ്റെ ഒരു ആവറേജ് ആറ്റിറ്റ്യൂഡിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് എന്നും എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരമാണ് എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ഈ കനത്ത മഴയിൽ വീറും വാശിയോടെ പ്രചരണത്തിൻ്റെ അതേ സ്വഭാവത്തിലായിരുന്നു പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള വോട്ടേഴ്സിൻ്റെ പ്രവാഹം. അതായത് എത്രമേൽ കരുത്തുറ്റ പ്രചരണമായിരുന്നു, വീറും വാശിയുമുള്ള പ്രചരണമായിരുന്നുവോ ഓരോ മുന്നണികളും ഓരോ സ്ഥാനാർത്ഥികളും നടത്തിയത്, സമാനമായ രീതിയിലായിരുന്നു ഇന്നലെ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ കാലത്തു മുതൽ തന്നെ, പോളിംഗ് തുടങ്ങുന്നതിനും മണിക്കൂറുകൾ മുൻപ് തന്നെ ആൾക്കാർ ഈ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ എത്തി എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, സ്ഥാനാർത്ഥികൾ നടത്തിയ പ്രചരണം കൃത്യമായി അടിത്തട്ടിൽ ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, ഇതിൽ കൂട്ടിയും കിഴിച്ചും ഈ ശതമാനം ഉയരുന്നത് സ്വാഭാവികമായും UDFന് ഗുണം ചെയ്യും, LDFന് തിരിച്ചടിയാകും എന്നുള്ളതാണ് പതിവ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിൻ്റെ രീതിശാസ്ത്രം. പക്ഷേ എന്നാൽ ആ രീതിശാസ്ത്രങ്ങളെല്ലാം തന്നെ നിലമ്പൂരിൽ കടപുഴകും എന്നുള്ളതാണ് CPIഎമ്മും LDFും കരുതുന്നത്. അതിനു കാരണം ഒന്ന്, ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ചില മേഖലകളിൽ നിന്നും സിഗ്നിഫിക്കൻ്റ് ആയ വോട്ട് വർധന, അത് ഒന്ന് നിലമ്പൂർ ടൗൺ തന്നെയാണ്. മറ്റൊന്ന് CPഎമ്മിൻ്റെ സ്വാധീന മേഖലകളിൽ വോട്ട് വർധന എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണക്കാണ് അവർ നിരത്തുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ UDF അതിൽമേൽ കോൺഫിഡൻസിലാണ്. എല്ലാ പഞ്ചായത്തിലും ലീഡ് കിട്ടുമെന്നാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. M സ്വരാജ് ആണെങ്കിൽ തുടക്കം മുതൽ പറഞ്ഞ അതേ കോൺഫിഡൻസിലാണ് എന്നാണ് 24നോട് പ്രതികരിച്ചത്. മറ്റൊന്ന്, വിവാദങ്ങൾ നിരവധി വന്നു. അതായത് ഇവിടെ ചർച്ച ചെയ്യാത്ത, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളില്ല. അത് യുദ്ധത്തിൽ തുടങ്ങി, കാശ്മീർ അതിർത്തിയിലെ ആക്രമണങ്ങൾ തുടങ്ങി, ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ആക്രമണത്തിലെത്തി. അത് കഴിഞ്ഞ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വിവാദ പരാമർശവും, ശശി തരൂരിൻ്റെ വിവാദ പരാമർശവും, പ്രകാശിൻ്റെ കുടുംബം വോട്ട് ചെയ്യില്ല എന്ന പ്രചരണത്തിൽ കലാശിച്ചു. അതിൽ കോൺഗ്രസിൻ്റെ വിശദീകരണം വരുന്നു. ഒടുവിൽ ആ കുടുംബം നിലപാട് വ്യക്തമാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വിവാദങ്ങളുടെ വേലിയേറ്റങ്ങൾ എല്ലാ മണിക്കൂറുകളിലും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അതെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഈ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിംഗ് ശതമാനത്തിലെ ഉയർച്ച കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ കൂട്ടിക്കിഴിച്ചുള്ള മണിക്കൂറുകളാണ്. തിങ്കളാഴ്ച ആരാണ് നിലമ്പൂരിൻ്റെ MLA എന്ന് അറിയുന്നത് വരെ നമുക്കതിനുള്ള സമയവും സ്വാതന്ത്ര്യവുമുണ്ട്. ആഷ്മി, ഒരു പ്രവചനത്തിന് മുതിർന്നോ ഡിഡി? ഒരു പ്രവചനത്തിന് ഈ ഘട്ടത്തിൽ വലിയ സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ പറയാം, ഈ ഭൂരിപക്ഷം എന്നത് കേവലം 5000 വോട്ടിന് താഴെ ആയിരിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ പ്രവചിക്കാം. മറ്റൊന്ന്, ഞാൻ ഇന്ന് എല്ലാ പഞ്ചായത്തിലും യാത്ര ചെയ്യുന്നുണ്ട്. ഒരു പൾസ് അറിഞ്ഞതിന് ശേഷം ഞായറാഴ്ച പ്രവചനം നടത്താം. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എന്താണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ, വിലയിരുത്തൽ എങ്ങനെയാണ് എന്ന് നോക്കാം. നിതിൻ അംബുജൻ കൂടി ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, UDFനെ സംബന്ധിച്ച് ഏറെ വളക്കൂറുള്ള മണ്ണാണ്. ആ ഒരു പ്രതീക്ഷ UDFന് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ ചില പ്രത്യാരോപണങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിലും UDFന് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. എന്തായാലും അതൊക്കെ ഈ വോട്ട് ശതമാനം കുറയ്ക്കുമെന്നുള്ള വല്ല വിലയിരുത്തലും UDFനുണ്ടോ? എങ്ങനെയാണ് അവിടെ നിന്നും UDFന്റെ പ്രതീക്ഷകൾ നൽകാൻ കഴിയുന്നത് നിതിൻ? ഹാഷ്മി, പ്രവിത, ഗുഡ് മോർണിംഗ്. UDF വലിയ കോൺഫിഡൻറ്റിലാണ്. കാരണം ചരിത്ര ഭൂരിപക്ഷം എന്ന് തന്നെയാണ് ഇന്നലെയും അവർ പറഞ്ഞിരിക്കുന്നത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്ന് അവരുടെ പ്രവർത്തകരടക്കം വലിയ ആവേശത്തോടുകൂടി തന്നെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും 23 വരെ നമുക്ക് കാത്തിരിക്കാം.
എന്തായാലും ഭൂരിപക്ഷത്തിലേക്ക് സംബന്ധിച്ച് ഇതുവരെ അവർ ഒരു കൃത്യമായ കണക്കിലേക്ക് പോയിട്ടില്ല. പക്ഷേ 12,000 മുതൽ ഏതാണ്ട് 15,000 അല്ലെങ്കിൽ 15,000 ആ ഒരു നിലയിലേക്ക് ഭൂരിപക്ഷം കടക്കുമെന്നാണ് അവരുടെ പ്രവർത്തകർക്കിടയിലും അതോടൊപ്പം തന്നെ ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു ചരിത്ര ഭൂരിപക്ഷം എന്ന് അവർ ഉറപ്പാക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് 2026 മുൻപ് നടക്കുന്ന ഒരു സെമി ഫൈനൽ നിലയിൽ ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടിയാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ 21 ദിവസം കാടിളക്കിയുള്ള പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു തികഞ്ഞ മേൽക്കൈ തങ്ങൾക്കുണ്ടാകുമെന്ന് അവർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും അമരമ്പലത്തും അതോടൊപ്പം തന്നെ പോത്തുകളടക്കമുള്ള ഇടതുവിന് മേൽക്കൈയുള്ള മേഖലകളടക്കം അവർക്ക് കടന്നെല്ലാൻ കഴിഞ്ഞു എന്ന് അവർ വിലയിരുത്തുന്നു. സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. വഴിക്കടവ്, എടക്കര, മുത്തേടം, കരുളായി അടക്കമുള്ള പഞ്ചായത്തുകളിലെ UDF കേന്ദ്രങ്ങളിൽ ശക്തമായ പോളിംഗ് നടന്നത് അത് കൃത്യമായ സൂചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിൽ ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ട്. ഇതിനും തന്നെ വിവാദ വിഷയങ്ങളടക്കം വലിയ പ്രചരണ ആയുധമായ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ ആളുകൾ ആ ഒരു ആവേശത്തോടുകൂടി വോട്ട് രേഖപ്പെടുത്തുന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഒരു ആലസ്യമൊന്നുമില്ല. ഇനി അടുത്ത ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവർ കൃത്യമായി തന്നെ വോട്ട് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നടന്ന രേഖപ്പെടുത്തിയ പോളിംഗിനേക്കാൾ കൂടുതൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്കൂട്ടലിലേക്ക് അവർ ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. ഒരു വിജയം ഉറപ്പിച്ച നിലയിൽ തന്നെയാണ് ഇതിനകം തന്നെ UDF ക്യാമ്പ് ഉള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിൽ നിന്ന് ഇത്തവണ വോട്ട് ചോരുമെന്ന ഒരു കണക്കുകൂട്ടൽ ഇടതു കേന്ദ്രങ്ങൾ വിലയിരുത്തിയപ്പോൾ പ്രത്യേകിച്ചും ഇത്തവണ ലീഗിന്റെ ഭാഗത്താണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. ലീഗാണ് തങ്ങൾക്ക് വേണ്ടി ഏറ്റവും ആദ്യം മുതൽ തന്നെ പ്രവർത്തിച്ചതെന്ന ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്ത് നൽകിയത്. അതോടൊപ്പം തന്നെ VV പ്രകാശിന്റെ കുടുംബത്തെ അടക്കം പല ഘട്ടങ്ങളിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ ഇടത് ശ്രമിച്ചെങ്കിലും ഇത്തവണ അത്തരം ഒരു ഫാക്ടറൊന്നും തന്നെ ഇവിടെ വിലപ്പോയില്ല. പ്രത്യേകിച്ചും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ കാര്യങ്ങൾ തന്നെയാണ് പ്രചരണ വിഷയമായത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ചരിത്രം കുറിക്കും. 2016 നഷ്ടപ്പെട്ട സീറ്റ് ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിലൂടെ തിരിച്ചു പിടിക്കുമെന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ് അവർ ഉള്ളത്. എന്തായാലും 23 വരെ നമുക്ക് കാത്തിരിക്കാം. ഹാഷ്മി. ഓക്കെ, അപ്പോൾ അവർ പൂർണ്ണമായ കോൺഫറൻസിലാണ്. ഇപ്പം വഴിക്കടവ് അടക്കമുള്ള പഞ്ചായത്തുകളിൽ വലിയ പോളിംഗ് ശതമാനം, ഇപ്പോൾ വഴിക്കടവ് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലൊക്കെ ഏതാണ്ട് തുല്യമായ രീതിയിൽ പോളിംഗ് ശതമാനം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന ശതമാനം കൂടിയോണ്ട് ഞങ്ങൾക്ക് പ്രത്യേക അഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഇപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണക്ക് കൂട്ടൽ കിഴിക്കലാണ്. അപ്പോൾ